ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ടോണറാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ടോണർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഷെയർ ചെയ്യുന്നതാണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഗ്രോത്ത് ടോണറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെടുക ാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഹെയർ ഗ്രോത്ത് ടോണർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മുടെ മുടി വളർച്ച കൂടാനും അതുപോലെ തന്നെ താരൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് കിട്ടാനും മുടി നല്ല കട്ടിയായിട്ട് വളരാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ ഗ്രോത്ത് ടോണറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇതൊക്കെ നമ്മൾ ഹെയർ പാക്കിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ ഈ ഒരു ടോണറും പാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടാൽ ഇത് കുറച്ച് ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സമയവും പോകത്തില്ല. ഇതെല്ലാം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോണർ പ്രിപ്പയർ ചെയ്യുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടോണർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ചെമ്പരത്തിയുടെ പൂവ് പറിച്ചെടുക്കാം കേട്ടോ. ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ചെമ്പരത്തി പൂ വേണം. അതായത് നമ്മുടെ നോർമലായിട്ടുള്ള 5 ഇതൾ ചെമ്പരത്തി ഉണ്ടല്ലോ, അത് നമ്മളൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് താളി തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടോണറിന് ആവശ്യമില്ല, പൂ മാത്രം മതി. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് തുളസി ഇലയാണ് കേട്ടോ. അതും ഒരു കൈപ്പിടിയോളം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇത് എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ച കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു 2-3 തണ്ട് എടുത്തിരുന്നാൽ മതി. അതെല്ലാം നന്നായിട്ട് തന്നെ ഫ്രഷായിട്ട് പൊടിയൊന്നും ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് അത് ഒരു പിടിയോളം വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി ഇല വെച്ചിട്ടുണ്ട് ഒരു പിടി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇതളാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണ്ട, ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഉണ്ടോ നോക്കി അത് തട്ടി മാറ്റിയതിന് ശേഷം എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1 സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിഞ്ജീരകവും 1 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയും കരിഞ്ജീരകവും വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളും അത് നമ്മളുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഒട്ടും വെള്ളം ചേർക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് ഈ ചതച്ച് വെച്ചത് അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് മൂടി വയ്ക്കുക. എന്നിട്ടൊരു 2 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാവും. ഞാനിത് രാത്രിയിലാണ് കേട്ടോ എടുത്ത് നോക്കിയത്. ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് തിളപ്പിച്ചത്. അപ്പോൾ ഒരു അത്യാവശ്യം 2-3 മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അരിപ്പയിൽ കൂടി അരിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഉലുവയും കരിഞ്ജീരകവും ചെമ്പരത്തി പൂവും ഒക്കെ നല്ല രീതിയിൽ താരൻ മാറാനും മുടി നന്നായിട്ട് കറുപ്പോടുകൂടി കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ടോണർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മളുടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടോണർ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുക്കി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലുള്ള ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ അപ്ലൈ ചെയ്യുന്നത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കുളി കഴിഞ്ഞ് നമ്മളുടെ മുടി ഏകദേശം ഒരു ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഒരുപാട് കൂടി ഡ്രൈ അല്ല, ചെറിയൊരു രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മീൻസ് സ്കാൽപ്പ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് ഹെയർ കെയർ ഒക്കെ ചെയ്യുമല്ലോ, രാവിലെ നമ്മൾ മുടി ഒന്ന് അഴിച്ച് കെട്ടി നല്ല ചെടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കെട്ടി വയ്ക്കുമല്ലോ, ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ടോണർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നനഞ്ഞപടി തന്നെ കെട്ടി വെക്കരുത്. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ മുടി ഇടണം. അപ്പോഴാണ് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് ഇതേപോലെ ഒരു ഫില്ലർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. എനിക്ക് മറ്റേ എന്താണ് നമ്മുടെ
സ്പ്രേ ബോട്ടിൽ വേറൊരു ടോണർ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കേട്ടോ നമ്മുടെ ടോണറിൻ്റെ ആ ഒരു കളർ വന്നിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ എളുപ്പമാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇൻ കേസ് ഇന്ന് എൻ്റെ കയ്യിൽ ആ ഒരു സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടി ചെയ്തതാണ്. പക്ഷേ അടിപൊളിയാട്ടോ, നന്നായിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ ഈ സ്കാൽപ്പിൽ മാത്രം നമ്മളിങ്ങനെ ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം കേട്ടോ. ബാക്ക് സൈഡിലൊക്കെ അപ്ലൈ ചെയ്യണം. മുടിയുടെ ഈ ലെങ്ത് ഉള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. തലയോട്ടിയിലാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം, താരൻ മാറുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് തുളസി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുടി ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക ഒരു 10-15 മിനിറ്റ്, നമ്മുടെ മുടി ഉണങ്ങുന്ന സമയം വരെ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം, ഇതിന് പ്രശ്നമൊന്നുമില്ല. വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അധികം തിക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ചധികം നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.